മക്കളെ NIOS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററി ചാപ്റ്റർ 18 ആണ്. എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ 18 സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ സാമൂഹ്യ മാറ്റങ്ങൾ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ നിരവധി സാമൂഹ്യ മാറ്റങ്ങൾ നിലനിന്നു. അതിനുള്ള കാരണം വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ നിരവധി യുവാക്കളാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ പരിവർത്തനത്തിന് അല്ലെങ്കിൽ മാറ്റത്തിന് കാരണമായത്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലം അല്ലെങ്കിൽ ആധുനിക ഇംഗ്ലീഷുകാരുടെ വരവോടുകൂടി നമ്മുടെ രാജ്യത്ത് ഉണ്ടായത് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എക്സാമിൻ മെക്കാളേസ് അഡ്വൈസ് ഓൺ എ സ്പ്രെഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മെക്കാളെ വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുക. അപ്പം മക്കളെ, നമ്മൾ ഈ മെക്കാളെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരനായ അഥവാ ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ കൂടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്നിവ പരിശോധിക്കുന്ന അല്ലെങ്കിൽ എത്രത്തോളം വിജയകരമാകും എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മീഷനായിരുന്നു മെക്കാളെ എന്നറിയപ്പെട്ടത്. അപ്പോൾ ഈ കമ്മീഷന് എത്രത്തോളം പ്രാധാന്യം ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല ഉണ്ടായി എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ച. ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പാക്കിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. ആധുനിക വിദ്യാഭ്യാസം ഇവിടെ പ്രചരിപ്പിക്കുന്നതിൽ 3 ഏജൻസികളെ പ്രധാന പങ്ക് വഹിച്ചു. 1 ക്രിസ്ത്യൻ മിഷണറിമാർ, 2 പുരോഗമനവാദികളായ ഇന്ത്യക്കാർ, 3 ബ്രിട്ടീഷ് ഗവൺമെൻറ്. എങ്കിലും ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യ പ്രചരിപ്പിച്ച പ്രധാന ഏജൻസി ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെയായിരുന്നു. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങൾക്ക് പുറകിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒന്ന് അഥവാ മെക്കാളയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി 1 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം നടത്തിക്കൊണ്ടു പോകുന്നതിൽ ആവശ്യമായ ഗുമസ്തരെ ഇന്ത്യയിൽ നിന്ന് തന്നെ വാർത്തെടുക്കുക. 2 ബ്രിട്ടീഷ് ഭരണത്തിനോട് കൂറും വിശ്വസ്തതയും പുലർത്തുന്ന അഭ്യസ്ത വിദ്യരായ ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന 2 ലക്ഷ്യങ്ങളാണ് ഏതിനുണ്ടായിരുന്നത്? ഈ മെക്കാളയുടെ വിദ്യാഭ്യാസ നയത്തിനുണ്ടായിരുന്നത്. ഇങ്ങനെ മെക്കാളെ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമാണ് പിൽക്കാലത്തെ മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് മാധ്യമം അഥവാ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയുടെ മാധ്യമം ഇംഗ്ലീഷ് ഭാഷയായിരിക്കണമെന്നോ അതുപോലെ തന്നെ ഏതു തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത് എന്നുമുള്ള ഒരു പരിശോധനയാണ് ആര് നടപ്പാക്കിയത്? മെക്കാളെ നടപ്പാക്കിയത്. അപ്പോൾ ഇതാണ് മെക്കാളയുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രാർത്ഥനാ സമാജ്. അപ്പം നമ്മൾ പറഞ്ഞു നിരവധി സാമൂഹ്യ പ്രസ്ഥാനങ്ങളോ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രസ്ഥാനമായിരുന്നു പ്രാർത്ഥനാ സമാജ് എന്നറിയപ്പെട്ടത്. അപ്പോൾ ആരാണ് പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പശ്ചിമ ഇന്ത്യയിലെ ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം പ്രാർത്ഥനാ സമാജായിരുന്നു. 1849 മഹാരാഷ്ട്രയിൽ പരമഹംസ സഭ എന്നൊരു സംഘടന രൂപീകരിക്കുകയോ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കേശവചന്ദ്ര സെൻ, മക്കളെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം അവിടെ. അപ്പോൾ ആരാണ് പ്രാർത്ഥനാ സമാജ് രൂപീകരിച്ചത്? കേശവചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലെ വിദ്യാസമ്പന്നർക്കിടയിലാണ് ഏത് സംഘടന രൂപീകരിക്കപ്പെട്ടത്? പ്രാർത്ഥനാ സമാജ് എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം രൂപീകൃതമായത്. പിന്നീട് പ്രാർത്ഥനാ സമാജമായി രൂപാന്തരപ്പെടുകയോ ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ 1 സാമൂഹിക പരിഷ്കരണ, 2 ജാതി നിർമ്മാർജ്ജന, 3 വിധവാ പുനർവിവാഹ, 4 സ്ത്രീ വിദ്യാഭ്യാസ പ്രചരണ, 5 ശൈശവ വിവാഹ നിരോധനം, 6 ഏകദൈവ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാർത്ഥനാ സമാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് 1849 ശ്രീ കേശവചന്ദ്ര സെന്നിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? പ്രാർത്ഥനാ സമാജ് എന്നറിയപ്പെട്ടത്. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് സമാജ്. അപ്പോൾ പ്രാർത്ഥനാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിശകലനം ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനം കാഴ്ചവെച്ചത് എന്ന് നോക്കാം.
അപ്പോൾ ആധുനിക ഇന്ത്യയിലെ കരുത്തുറ്റൊരു പുനരുദ്ധാരണ പ്രസ്ഥാനമായിരുന്ന ആര്യസമാജ്. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അപ്പോൾ ആര്യസമാജം മറ്റൊരു പ്രസ്ഥാനമാണ് കേട്ടോ. അപ്പം മറ്റൊരു സാമൂഹിക പ്രസ്ഥാനമായിരുന്നു ആര്യസമാജ്. 1 പ്രാർത്ഥനാ സമാജ്, 2 ആര്യസമാജ്. അപ്പോൾ ആര്യസമാജ് രൂപീകരിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ബുക്കിൽ അവിടെയും അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ആര്യസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി ആയിരുന്നു. വിപ്ലവകരമായ ഒരു സാമൂഹ്യ പരിഷ്കരണ പരിപാടിയാണ് ഏതിന് നേതൃത്വം നൽകിയത്? ആര്യസമാജ് നേതൃത്വം നൽകിയത്. സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സമാജം പ്രവർത്തിച്ചു. സ്ത്രീ പുരുഷ സമത്വത്തിൽ വിശ്വസിച്ചിരുന്ന ദയാനന്ദൻ സ്ത്രീകൾക്ക് തുല്യമായ അവസരങ്ങൾ നൽകണമെന്ന് വാദിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തിനു വേണ്ടി അദ്ദേഹം നിലകൊള്ളുകയോ ബാല്യവിവാഹത്തെ എതിർത്ത അദ്ദേഹം സ്ത്രീകളെ 18 വയസ്സിന് മുമ്പ് വിവാഹം ചെയ്ത് അയക്കരുതെന്ന് ആവശ്യപ്പെട്ടു. വിധവാ വിവാഹത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ സാമൂഹ്യ സമത്വത്തിനു വേണ്ടി പ്രയത്നിച്ച ആര്യസമാജ് ജാതി സമ്പ്രദായത്തിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി. അനാഥാലയങ്ങളും വിധവാ സദനങ്ങളും നടത്തുക, ക്ഷാമബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക, കീഴ്ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുക തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ആര്യസമാജ് പ്രാധാന്യം നൽകി. അങ്ങനെ നമ്മുടെ രാജ്യത്തെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വിധവാ പുനർവിവാഹത്തിനോ പ്രാധാന്യം നൽകിയ ആര്യസമാജ് ശൈശവിവാഹത്തെ എതിർക്കുകയും അതുപോലെ തന്നെ ജാതി സമ്പ്രദായത്തിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്തു. അങ്ങനെ കീഴ്ജാതിക്കാർക്ക് സഹായങ്ങൾ നൽകുകയോ അതോടൊപ്പം ക്ഷാമബാധിത പ്രദേശങ്ങൾക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും അനാഥാലയങ്ങളും വിധവാ സദനങ്ങളും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിരവധി പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നു ഏത് പേരിൽ അറിയപ്പെട്ടത്? ആര്യസമാജ് എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് നമ്മുടെ രാമകൃഷ്ണ മിഷൻ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ എ രാമകൃഷ്ണ മിഷൻ. ആരാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ സ്വാമി വിവേകാനന്ദ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹമാണ് സ്ഥാപിച്ചത്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. തൻ്റെ ഗുരുവായ രാമകൃഷ്ണ പരമഹംസൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം രൂപീകരിച്ചത്. പരമഹംസൻ്റെ അനുയായികളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്വാമി വിവേകാനന്ദൻ 1897 കൽക്കത്തയിൽ വെച്ച് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു. അപ്പോൾ എവിടെയാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കപ്പെട്ടത്? കൽക്കത്തയിലായിരുന്നു കേട്ടോ. അങ്ങനെ മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ദൈവികതയെ പുറത്തെടുക്കുക, സൗഹാർദ്ദം സമന്വയിപ്പിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുക, മാനവരാശിയെ സേവിക്കുക എന്നിവയായിരുന്നു രാമകൃഷ്ണ മിഷൻ്റെ ലക്ഷ്യങ്ങൾ. തൻ്റെ ഗുരുവായ പരമഹംസനെ പോലെ വിവേകാനന്ദനും എല്ലാ മതങ്ങളുടെയും ഏകത്വത്തിന് പ്രാധാന്യം നൽകി. അഥവാ എല്ലാ മതങ്ങൾക്കും അല്ലെങ്കിൽ മതങ്ങളുടെ ഏകത്വത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് മതസൗഹാർദ്ദം പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? രാമകൃഷ്ണ മിഷൻ എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഹണ്ടർ കമ്മീഷൻ. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഹണ്ടർ കമ്മീഷൻ മെക്കാളെ മിനിറ്റ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ഒരു കമ്മീഷനായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ മെക്കാളെ മിനിറ്റ്സ് എന്ന് പറഞ്ഞു. പിന്നെ ഒന്നുണ്ടായിരുന്നു വുഡ്സ് ഡിസ്പാച്ച് കേട്ടോ. പിന്നെ മറ്റൊന്നാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ഹണ്ടർ കമ്മീഷൻ എന്നറിയപ്പെട്ടത്. അപ്പോൾ എന്താണ് ഈ കമ്മീഷൻ നോക്കാം. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി 1882 ഹണ്ടറുടെ കീഴിൽ ഒരു സമിതിക്ക് രൂപം കൊടുത്തു. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ പ്രാഥമിക വിദ്യാഭ്യാസ വിലയിരുത്തുക എന്നതായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രാഥമിക വിദ്യാഭ്യാസം വിലയിരുത്തുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷനാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ഹണ്ടർ കമ്മീഷൻ എന്നറിയപ്പെട്ടത്. ഇനി നമ്മൾ അതിൻ്റെ 1 by 1 ആയിട്ട് പോയിന്റ് നോക്കാം. ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതി, വ്യാപ്തി എന്നിവ വിലയിരുത്തുക. 2 ജില്ലാ മുനിസിപ്പൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനായി ശുപാർശകൾ നടത്തുക. 3 സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 4 പാഠ്യക്രമ
പാഠ്യക്രമത്തെ രണ്ടായി തിരിച്ച് സാഹിത്യ വിദ്യാഭ്യാസത്തിനോ പ്രാദേശിക പരീക്ഷകൾക്കുള്ള വിദ്യാഭ്യാസത്തിനും പ്രത്യേക പരിഗണന നൽകുക. 5 സ്ത്രീ വിദ്യാഭ്യാസത്തെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരിക. ഇങ്ങനെ 5ഓളം ശുപാർശകൾ അടങ്ങിയതാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ഹണ്ടർ കമ്മീഷൻ എന്നറിയപ്പെട്ടത് കേട്ടോ. ഇനി മക്കളെ, നമ്മുടെ ഈ ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. വാട്ട് വാസ് ദ റോൾ ഓഫ് സയ്യിദ് അഹമ്മദ് ഖാൻ ഇൻ എ മോഡേണൈസിംഗ് ദ മുസ്ലിം സമൂഹത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പങ്കിനെ കുറിച്ച് വ്യക്തമാക്കുക. അപ്പം മുസ്ലിം സമൂഹത്തെ പരിപോഷിപ്പിക്കുക അല്ലെങ്കിൽ ആധുനികവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അലിഗഡിൽ സ്ഥാപിച്ച ഒരു പ്രധാനപ്പെട്ട കോളേജായിരുന്നു ഇത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. അങ്ങനെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ മുന്നേറ്റമുണ്ടാക്കുക എന്നതായിരുന്നു ആരുടെ ലക്ഷ്യം? സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ ലക്ഷ്യം. അങ്ങനെ മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെ നീക്കി സാമൂഹികമായൊരു നവീകരണം ഉണ്ടാക്കാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. അലിഗഡിൽ അദ്ദേഹം സ്ഥാപിച്ച ആദ്യ കോളേജായിരുന്നു മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നറിയപ്പെട്ടത്. ഇത് ഇന്ന് അറിയപ്പെടുന്നത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ സാമൂഹ്യ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ മാറ്റങ്ങളിൽ നമ്മൾ 3 കമ്മീഷനുകളാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന 1 മെക്കാളെ മിനിറ്റ്സ്, 2 വുഡ്സ് ഡിസ്പാച്ച്, 3 ഹണ്ടർ കമ്മീഷൻ. പിന്നെ നമ്മൾ 4ഓളം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് വൺ പ്രാർത്ഥനാ സമാജ്, സെക്കൻഡ് വൺ ആര്യ സമാജ്, തേർഡ് വൺ രാമകൃഷ്ണ മിഷൻ, ലാസ്റ്റ് വൺ സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ നേതൃത്വത്തിലുള്ള മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് തുടങ്ങിയ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.